ഇനി എനിക്കറിയേണ്ട കാര്യം എന്താണെന്നറിയോ? മഴ പെയ്താൽ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള റൂട്ടുകൾ ഏതൊക്കെ? അവിടെ ഒരു യെല്ലോ, ഓറഞ്ച്, റെഡ് അലേർട്ട് ഉണ്ടാകുമോ? അത് ഈ പറഞ്ഞ ഡ്രൈവർമാർക്ക് അറിയാമോ? എവിടെയൊക്കെയാണ് സാധ്യത എന്നുള്ളത് ഡ്രൈവർമാർക്ക് അറിഞ്ഞാൽ അവർ ചിലപ്പോൾ മഴയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ ആ റൂട്ട് പോകാതിരിക്കാൻ പറ്റും. ഡ്രൈവർമാർ പോകാതിരിക്കുമ്പോൾ കമ്പനി പോകാൻ നിർബന്ധിക്കരുത്. അതിനെന്ത് വേണം? ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മഴ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ അലേർട്ടുകൾ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഈ പറഞ്ഞ ഗുഡ്സ് ക്യാരേജ് വെഹിക്കിൾസ് മാത്രമല്ല, ഏത് ട്രാൻസ്പോർട്ട് എക്യുപ്മെൻ്റ് ആണെങ്കിലും കൊള്ളാം, അത് മനുഷ്യരടക്കം നടന്നോ സൈക്കിളിലോ ആ വഴി പോകാൻ പാടില്ല. അങ്ങനെയുള്ള വഴികൾ എവിടെ? മുൻപും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പലരും മരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ MVD പുറകിരിക്കുന്നവൻ സംസാരിക്കുമ്പോൾ അവർക്ക് പെറ്റിയടിക്കുന്ന നിയമമൊക്കെ പാസ്സാക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ ശാസ്ത്രജ്ഞന്മാരുടെ പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇനി മുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ അറിയുകയും, അതുപോലെ തന്നെ ഡാമുകളിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഈ അലേർട്ട് കൊടുക്കുന്ന പരിപാടിയിലൊക്കെ MVDയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ MVDയിലെ ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട്. മറ്റു ഡിപ്പാർട്ട്മെന്റ് പോലെയല്ല, MVDക്ക് ഭയങ്കര ബുദ്ധിയാണ്. ബൈക്കിന് പുറകിലിരുന്ന് സംസാരിച്ചാൽ പെറ്റിയടിക്കും. ഇവരെ ആ മണ്ണ് മാന്തുന്ന സ്ഥലത്തോട്ട് ആ പയ്യനെ ഈ പറഞ്ഞ പോലെ മണ്ണിടിഞ്ഞ് അപ്പോഴേ വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഈ ബുദ്ധി ഉപയോഗിച്ച്, അവർക്ക് എക്യുപ്മെന്റ്സിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അവിടെ നിന്ന് മണ്ണിന് പെറ്റിയടിച്ച് മാതൃകയായേനെ. ഈ പറഞ്ഞ അളിഞ്ഞ ബുദ്ധിയുള്ളവന്മാരെ അങ്ങോട്ട് വിടാൻ മേലാനോ? ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉള്ളവരല്ലേടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ചോദിക്കുവാ, ഇനിയും മണ്ണിടിച്ചില്, പാലം തകരല്, കുഴി വീണ് മരണങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പെറ്റിയടിക്കാനുള്ള പരിപാടി അല്ലാതെ. ഇതിപ്പോൾ എത്രണ്ണോ ഇതൊക്കെ കാണുമ്പോൾ പറയും ഇനി ഇത് നടക്കും, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ എന്താ വേണ്ടത് എനിക്ക് പറയണം. അതുകൊണ്ട് എനിക്കിനിപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നതിന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ ദിവസം ഞാൻ പോകത്തില്ല. ഇനി അത്ര നിർബന്ധമായും പോകേണ്ട ആൾക്കാരുണ്ട്, പൊക്കോട്ടെ, എനിക്ക് പോകണ്ടല്ലോ. അങ്ങനെയുള്ള ഒത്തിരി പേര് ഈ വീഡിയോ കാണുന്നില്ലേ? ഇപ്പോൾ ലോറി കരയിലാണോ പുഴയിലാണോ എന്നുള്ളത് ഇപ്പോഴറിഞ്ഞ്. പുഴയല്ല, 9ാമത്തെ ദിവസം അറിയുക. ഇനിയിപ്പോൾ ഒരു ഭയങ്കര രസമുണ്ട്, മീഡിയ കിടന്നൊരു അഭ്യാസമുണ്ട് ഇതെല്ലാം കൂടെ. ലോറി കിട്ടി, പ്രതീക്ഷകൾ ഇനി അസ്തമിച്ചിട്ടില്ല, വെള്ളത്തിൽ കൂടെ ഇനി ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എവിടെയെങ്കിലും ബോഡി കണ്ടോ, പൊങ്ങിയോ? പക്ഷെ പൊങ്ങിയിട്ടില്ല, ഇത് മണ്ണിനടി പെട്ടേക്കുക. അതുകൊണ്ടല്ലേ വെള്ളത്തിൽ പോയ മരിച്ച മനുഷ്യന്റെ ബോഡി പൊങ്ങും. എല്ലാ പേരും ഇനി സിനിമയിലെ കാണുന്ന പോലെ 9 ദിവസം കഴിഞ്ഞിട്ട് ആളെ കാണുന്നില്ലെങ്കിൽ അയാൾ ഒഴുകിപ്പോയപ്പോൾ ആരെങ്കിലും മലയെ കുടുങ്ങി വല്ല ദിലീപ് പെട്ട പോലെ ചകാന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും പെട്ട് കാണും. അതൊക്കെ അങ്ങനത്തെ സിനിമാ കഥകളിലൊക്കെ കാണുന്ന പോലത്തെ പരിപാടി ഇനി നടക്കത്തുള്ളൂ. അല്ലാതെ വേറെ പ്രതീക്ഷയൊന്നും എനിക്ക് പണ്ട് ഒരു ദിവസത്തിന് കഴിയുമ്പോൾ തന്നെ അല്ല, ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇല്ലെന്നേ. കാരണം ഇത് മണ്ണിടിഞ്ഞാണ് ഒരാൾ പോയേക്കുന്നത്. അല്ലാതെ ചുമ്മാ വെള്ളത്തിലോട്ട് പൊങ്ങി വീണതാണ് 5 മിനിറ്റ് സമയം കൊണ്ട് ആൾ മരിച്ചു പോകും പൊങ്ങിയില്ലെങ്കിൽ. പിന്നെ വെറുതെ ഈ മണ്ണിനടിയിലെങ്ങാനും വെട്ട് ലോറിക്കടിയിൽ സേഫ് ആയിട്ടിരിക്കുന്ന വളരെ വെയിറ്റ് കുറച്ച് മണ്ണെങ്ങാണ്ടാണ് വീണേക്കുന്നത്, കുറച്ചിങ്ങനെ മാന്തി ഉടനെ ഇറങ്ങി വരും എന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഓക്സിജൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഫുഡ് കഴിക്കാതൊക്കെ ആണല്ലേ 3-4 ദിവസം ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞ് മരിച്ചു പോകത്തൊന്നുമില്ല, ബോധരഹിതനായി എടുക്കും, അപ്പോഴും രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് സ്കോപ്പ് ഇല്ല. പിന്നെ ഈ വാർത്താ ചാനലുകാർ ഇതൊക്കെ ആൾക്കാർ കാണട്ടെ, നമുക്കൊരു ബിരിയാണി കഴിക്കാം എന്നൊക്കെയുള്ള മൂഡിൽ അങ്ങ് പറയുകയും അവിടെ ഒരുത്തൻ ചെന്ന് ഇറങ്ങുന്നതിൻ്റെ ചിലവെല്ലാം കൂടെ മുതലാക്കാൻ വേണ്ടിയിട്ട് ഓരോ കഥയൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുമായിരുന്നു. ഇനി ആ മനുഷ്യൻ മരിച്ചെന്നോ വല്ല അതിൻ്റെ ബോഡിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ കാണിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ അക്രമം ഇവിടെ പ്രതീക്ഷിക്കാം. ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ മരിച്ച വീട്ടിൽ ചെന്ന് ആ ബന്ധുക്കളെ, അമ്മയുടെയോ മകൻ പെങ്ങളോ സഹോദരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലോ ഭാര്യ ഉണ്ടെങ്കിലോ അവരുടെ വായിക്കകത്തോട്ട് ആ മൈക്ക് കുത്തിക്കയറ്റായിരിക്കാനൊന്ന് ശ്രമിക്കണം. ഇത്രയും ദിവസം കിടന്ന് ഈ അപരാധം മൊത്തം കാണിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അപരാധിച്ചില്ലേ മൈരികളെ? ഇനി അവനെങ്ങാനും ഈ പറഞ്ഞ മരണവീടാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് കയറി അവിടെ ചെന്ന് അപരാധിക്കരുത്, അത്രേ പറയാനുള്ളൂ. എന്നുവെച്ചാൽ ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ, ഇനി അങ്ങോട്ട് ചെന്ന് കയറി ഇതിനകത്തോട്ട് കയറി അപരാധിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതേ പറയാം, ഇമാർ അപരാധിക്കും. ഇമാരിപ്പോൾ തന്നെ പല ടൈറ്റിലും സ്റ്റോറി റെഡിയാക്കി വെച്ചേക്കുക. പിന്നെ ഇനി അങ്ങോട്ട് ചെന്ന് ഇനി ബാക്കി അപരാധം കൂടെ കാണിക്കാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുക. മറ്റേ ശവന്തീന പരിപാടി ഉണ്ടല്ലോ, ശവം തിന്ന് മുറ്റുന്ന പരിപാടി, അത് അവതരിപ്പിക്കും. അത് മെയിൻ മീഡിയാസ് അവതരിപ്പിക്കും, ഓൺലൈൻ മീഡിയാസ് അവതരിപ്പിക്കും. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി വല്ല കച്ചറ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ട്വിസ്റ്റ് കിട്ടുന്നത്. അവത്തേക്ക് അടിച്ചു തൂങ്ങി ഈ മനുഷ്യനെ ഇയാള് എന്താ പറയണ്ടേ ഒന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെ ആക്കി തീർക്കുമെന്ന്. എന്താണെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവർ ആവശ്യത്തിന് വേദനിച്ചിരിക്കുന്ന ഒരു കുടുംബം ഇപ്പൊ തന്നെ അവരുടെ വായിക്കാത്തോട്ട് മൈക്കും കുത്തി ചെല്ലുന്നുണ്ട്. ഇനിയും കുത്തി ആ വാ കീറരുത്, അത്രേ പറയാനുള്ളൂ. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ മൈക്ക് എത്തുന്നുമില്ല. ആ സ്ഥിതിക്ക് ഇത് ചെയ്യരുത്.
ഇതൊന്ന് ഇത്രയും നാളത്തെ ഈ തെണ്ടിത്തരമാണല്ലോ, ഇത്രയും നാളും കാണിച്ച മരണ വീടുകളിൽ ചെന്ന് കാണിച്ച പോക്രിത്തരം, തെണ്ടിത്തരം സ്വന്തം വീട്ടിൽ കാണിക്കാൻ പറ്റാത്തൊരു കാര്യം. മനസ്സിലായില്ലേ? അങ്ങനെ വേണം അത് ചിന്തിക്കാൻ. അങ്ങനെ ചിന്തിക്കാവോ? അല്ല നിങ്ങൾ എല്ലാം അമ്മയെ വിറ്റിട്ട് വരെ അങ്ങ് പൊറോട്ട തിന്നാം എന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അങ്ങനത്തെ രീതി ഇതിനെ കാണരുത്. ഇതിപ്പോൾ കണ്ടോണം, ഈ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ ചെന്ന് കയറിയിട്ടുണ്ടാകും എല്ലാം കൂടെ. അപ്പോൾ അവിടെ കോമഡി ആയിപ്പോയി. പട്ടാളത്തെ കുറ്റം പറ എന്ന് പറഞ്ഞാൽ കോമഡി ട്രോളൊക്കെ വരുന്നേ നോക്കിയപ്പോൾ. എന്തിന്? അല്ലെ ഇത് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യരുതോ? ഇത് ഓരോരുത്തർക്കും ഓരോ ഉദ്ദേശങ്ങളാണ്. ഒന്നും രാഷ്ട്രീയ ഉദ്ദേശമൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ അത് ഓരോ ചാനലിനും ഉണ്ട്. ആ നശിച്ചവന്മാർ ചിലപ്പോൾ ഇതിൽ കോമഡി ആക്കി കളയും. ഇതിനെയൊക്കെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാനല്ലേ? ഇതൊക്കെ ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നേ? എന്തെങ്ങനെയാ എനിക്കറിയത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ചെയ്യരുത്. ഇതിപ്പോൾ ചുമ്മാ അങ്ങ് തോന്നിയ പോലെ എല്ലാം. അതൊരു തമാശ പോലെ ആക്കിയവനാ. ഏത് ചാനലാണ് അത്? അവർ ചെവി പറയുന്നു, അതുടനെ അതെടുത്തിടുന്നു. അവരുടെ അച്ഛൻ പട്ടാളത്തിലാണെന്ന് പറയുന്നു. ചിലപ്പോൾ അവർക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ പറയണം, റിമൈൻഡ് ചെയ്ത് കൊടുത്തതിന് എന്താ കുഴപ്പം? ആ പട്ടാളത്തെ കുറ്റം പറ അങ്ങനെയൊക്കെ ട്രോളൊക്കെ കണ്ടേക്കുന്നത്. അത് ഇവന്മാർ ഒപ്പിച്ചതാണ് ഈ മീഡിയക്കാർ. എന്തിനും പറയാന്നൊക്കെ പിന്നെയും പറഞ്ഞ് പൊട്ടന്മാരാണ് ഇവന്മാരാ. ഇനി അതിനകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നേ. അങ്ങനെ ഇവർ അരി മേടിക്കുന്നേ. അതായത് ഈ കുത്തിത്തിരിപ്പുകാരെ ശ്രദ്ധിക്കുക, വല്ലാത്ത രീതിയിൽ ഒരു അരി മേടിച്ച് തീറ്റക്കാരാ. പക്ഷെ എന്തൊരു ദുരന്തങ്ങളാണോ? എന്നിട്ട് എഴുതി വെച്ചേക്കാം പ്രതീക്ഷയോടെ. ആർക്ക് എന്ത് പ്രതീക്ഷയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവനെ വല്ലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടേ കൊള്ളാം. അല്ലാതെ ഈ ഒരു കണ്ടീഷനിൽ ആളെ മിസ്സായിട്ടുണ്ടെങ്കിൽ, അത് മണ്ണിടിച്ചിലിൽ ആ ആൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അതിനകത്തൊന്ന് വരാനുള്ളത് എന്ത്? ചിന്തിക്കാൻ ശേഷിയില്ല. ഇവിടെ കുറേ എണ്ണം അതിനിടയിൽ പ്രാർത്ഥനയോടെ കമന്റ് വിട്ടു. ഇത് കാണുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവന്മാർ പൊട്ടന്മാരാണ് എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണ് വേണ്ടത്. ഉടനെ ഈ പൊട്ടന്മാരെ പറ്റിക്കാൻ വേണ്ടി വലിയ പൊട്ടത്തരങ്ങൾ പറയാൻ തുടങ്ങും. നശിച്ചവന്മാർ ഈ നാട്ടുകാരാ. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവന് പ്രതീക്ഷയുണ്ട് പോലും. ഞാൻ ചോദിച്ച കാര്യം നടക്കോടെ? ഇതേപോലുള്ള ഇങ്ങനെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ നേരത്തെ ഒന്ന് ഗൂഗിൾ മാപ്പിലെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തോട്ട് ചെല്ലുമ്പോൾ ഗൂഗിൾ മാപ്പ് ഒരു അലേർട്ട് കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെ വേണ്ടൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഈ മഴയൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ മതി. എന്നും പറയണ്ട. എന്നും വന്ന് റോഡിൽ നിന്ന് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, പിന്നെ ഇപ്പോൾ വേണ്ട ആരെങ്കിലും സംസാരിച്ചാൽ പിടിക്കാൻ നിൽക്കുന്ന സാറന്മാരെ, ബുദ്ധിജീവികളെ, ശാസ്ത്രജ്ഞന്മാരെ, ഉളുപ്പില്ലാത്തവന്മാരെ, നാണമില്ലാത്തവന്മാരെ, നാണം കെട്ട വർഗങ്ങൾ, പോക്കറ്റടിക്കാൻ ഓരോ കഥയും കൊണ്ടിറങ്ങിയ നാണം കെട്ടവന്മാർ. ആരുടെ ഇതുണ്ടാക്കിയെന്നല്ല നിയമം? പുറയിരുന്ന് ബൈക്കിന് പറയുന്നത് സംസാരിച്ച പെറ്റി അടിക്കുമെന്ന്. ആ ഉളുപ്പില്ലാത്തവനൊന്ന് കാണിക്കാവോ? ആ നാണം കെട്ടവനെ. ഇത്ര ഉളുപ്പില്ലാതെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ പോലും മടിയില്ലാത്തവന്മാരേമാര്. മനസ്സിലായി? അത്രയ്ക്ക് അതപ്പതിച്ച് ഏതോ ബുദ്ധിയുള്ളവനാ. അവനെ ഒന്ന് കാണാൻ പറ്റുമോ? ആരാന്ന് അറിയിക്കുക. ഒന്ന് കണ്ടാൽ മതി. ഒന്ന് അറിയാനാണ് ആ ബുദ്ധിയുള്ള മനുഷ്യന്. കണ്ടായാലും നമ്മൾ ഒന്നും പറയാനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണാമല്ലോ. എന്തൊരു ബുദ്ധിയാ അത്! അയ്യോ, ബൈക്കിന്റെ പുറകിൽ സംസാരിച്ച് പെറ്റി. MVD പുതിയ കണ്ടുപിടുത്തം. സാർ CP പുതിയ. അയ്യോ, ഇവിടെ ഉള്ള നടന്ന ആക്സിഡൻസ് എല്ലാം കൂടുതലും ഇങ്ങനെയൊക്കെയാ കേട്ടോ. പഠനങ്ങളാ കേട്ടോ. നിങ്ങൾ ചുമ്മാ വിചാരിക്കുന്ന പോലെ അല്ല ഇത്. പഠനങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും റിസർച്ചിൽ നിന്നും കണ്ടെത്തിയ ചില വലിയ സത്യങ്ങൾ നിങ്ങളെ അറിയിച്ചത് എന്ന് മാത്രം. MVD ശാസ്ത്രജ്ഞൻ. ഇങ്ങനത്തെവന്മാരെയൊക്കെ ഉണ്ടാക്കിയതാണോ അതോ ഒലിച്ചു വന്നതാണോ അതോ പൊട്ടിത്തെറിച്ചതാണോ? സമ്മതിച്ചിരിക്കുന്നതാണ് നിന്നെ ഉണ്ടല്ലോ, നിന്നെ അങ്ങ് സമ്മതിക്കണം. നീ ആരായാലും. പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉടുപ്പ് മേടിക്കരുത് കേട്ടോ. പിള്ളേർക്ക് വല്ല അസുഖം പിടിക്കും. ഉള്ള കാര്യമാണ്, ചുമ്മാ അറിയാല്ല. ഇങ്ങനെയൊന്നും സമ്പാദിക്കരുത്. അങ്ങനെ ഒരാൾക്കും എന്താ പറയുക, ശമ്പളം കൊടുക്കരുത്. അങ്ങനെയൊക്കെ സമ്പാദിക്കുന്നതുണ്ടല്ലോ, അവർക്ക് ദോഷം ചെയ്യുമെന്ന്. അവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ദോഷമാണ്. കൂട്ടത്തിൽ എന്നാലും കൂടുതൽ കിട്ടും. കാരണം അല്ലേ, നീ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ ഈ പരിപാടി അറേഞ്ച് ചെയ്ത ആൾക്കാർക്ക് ഉടൻ തന്നെ വലിയ ദുരന്തങ്ങൾ വരാൻ പോവുക. അവർക്ക് അതിന് പണം പോലും കാണത്തില്ല. നോക്കിയോ, അല്ലെങ്കിൽ എഴുതി വെച്ച് തരാം, ഞാൻ തീർത്ത് പറയുക. കാരണം ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അവർക്കത് അറിയാത്തതുകൊണ്ട് അത് അവർ വിചാരിക്കുന്നത് ഇതുകൊണ്ട് ഭയങ്കര നേട്ടമാണ്, ഞാൻ ഭയങ്കര കണ്ടുപിടുത്തം. അവന് ഭയങ്കര ദുരന്തം ഉണ്ടാകാൻ പോകും ആരാണേലും. അതിൻ്റെ ഒരു അവൻ തന്നെ അങ്ങനെ ആയി പോവാൻ. കാരണം ഇങ്ങനത്തെ കുരുട്ട് ആലോചിച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ കർമ്മേനൊക്കെ ഇവർ പറയുന്നത് വെറുതെ. അതൊക്കെ സൂപ്പർസ്റ്റിഷ്യസ് സംഭവം. അത് വേറെ ആരാണ്ട് ചെയ്യുമെന്നുള്ള പോലെ. ഇത് അങ്ങനല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ഈ തലയ്ക്കകത്ത് ഇത്രയും പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഈ തല വീണ്ടും ആവശ്യമില്ലാത്ത രീതിയിൽ എല്ലായിടത്തും പ്രവർത്തിക്കും. അത് ഭാര്യയുടെ അടുത്ത് പ്രവർത്തിക്കും, അമ്മയുടെ അടുത്ത് പ്രവർത്തിക്കും, കുട്ടികളുടെ അടുത്ത് പ്രവർത്തിക്കും, അയൽവക്കക്കാരുടെ അടുത്ത് പ്രവർത്തിക്കും, സഹപ്രവർത്തകരോടൊപ്പം അതിനകത്ത് പ്രവർത്തിക്കും. ഇപ്പം കണ്ടില്ലേ, നാട്ടുകാരുടെ പോക്കറ്റിൽ കയറാൻ പ്രവർത്തിച്ച പോലത്തെ ഒരു ബുദ്ധി. അത് കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും പ്രവർത്തിക്കും. അങ്ങനെ ഇവന് ദുരന്തമായിരിക്കും ഇവൻ്റെ ജീവിതം. അവൻ വല്ലാത്ത കെണിയിലൊക്കെ പോയി വിടുമല്ലോ. നോക്കി എഴുതി വെച്ച് തരാം. കാരണം അങ്ങനെയാണ് നടക്കുന്നത്. അയാൾ ആരാണേലും അയാളൊന്ന് ശ്രദ്ധിക്കുക. മാനസികമായിട്ട് വല്ല പ്രശ്നമുള്ളതാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് മാനസിക പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ മണ്ടൻ കണ്ടെത്തലുകൾ നടത്തുന്നത് ഒരു മാനസിക പ്രശ്നമാവാം. അപ്പം അയാളെ ചികിത്സിക്കാനുള്ളതിന് അത് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് അത്രയ്ക്ക് മാനസിക രോഗികളുടെ ഒരു വൻ സംഘം അവിടെയാണ് നടന്നിട്ടുള്ളത് പോലെ. അല്ലെ, ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലെന്ന ആൾക്കാർ. അതൊരു ഭയങ്കര കണ്ടുപിടുത്തല്ലേ. ഒന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലെന്ന്. ബൈക്കിന് പുറകെ നീ ഈ പന്ന വഴിയിരുന്ന് സംസാരിച്ചു പോലും.
എവിടെ ഒച്ച എവിടെയെങ്കിലും പറഞ്ഞാൽ കേൾക്കും. എനിക്കൊന്ന് ഈ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് വിചാരിച്ചിറക്കിയ നിയമമാണ് പുറകെ ഇരിക്കുന്ന ആളുടെ തൊണ്ട സംരക്ഷിക്കാൻ. അങ്ങനെ വല്ലതും പറയുമായിരിക്കും അല്ലേ. എന്താണേലും കൊള്ളാടാ, നീ തിന്ന്, നീ നല്ലപോലെ തിന്ന് കേട്ടോ. നിന്റെ പിള്ളേരെ കൂടെ തീറ്റിക്കേ, ഉരുട്ടി കയറ്റാ, പിള്ളേരെ കൊണ്ട് നിറയട്ടെ, പിള്ളേരുടെ വയറൊക്കെ അങ്ങ് നിറയട്ടെ. ഈ ഇവിടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിച്ചുകൊണ്ട് വരുന്ന പൈസയ്ക്ക് സ്വന്തം മക്കളെ തീറ്റിക്കാനായിട്ട് പുതിയ ഉടുപ്പൊക്കെ മേടിച്ച് കൊടുക്കണേ. ഈ കണ്ടവൻ്റെ കാശ് ഊമ്പിയിട്ട്, മനസ്സിലായില്ല, പറ്റിച്ചിട്ട് പോക്കറ്റ് അടിച്ചിട്ട് പിച്ചച്ചട്ടിന്ന് കൈയിട്ട് വാരുന്നവന്മാരെ, നാണോ ഉളുപ്പും ഇല്ലാത്തൊരുത്തൻ. നീ ആരാടാ? നീ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നിന്നെ കൊണ്ട്? നീ കൊള്ളാൻ കേട്ടോ. എന്നാൽ ഇവിടുത്തെ ഈ ഒരു ഒന്നാതെ പണിയില്ലാത്തവരുടെ എണ്ണം കൂടി വരുന്നു. പ്രശ്നം എല്ലായിടത്തും പ്രശ്നമാണ്. ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ളാ. അപ്പോൾ ഇറക്കിയ നിയമം അവന്. ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് കേട്ടോ. ഇനി ഇതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. സംഭവം കൊള്ളാം. നിന്റെ ബുദ്ധി അപാരം തന്നെ. നീ തിന്നണം, നല്ലപോലെ തിന്നണം. നീ സുഖിക്കണം കേട്ടോ. നിനക്ക് സുഖം പോരാ. ഇത് കിട്ടുമ്പോൾ കുറച്ച് സുഖം കിട്ടുമായിരിക്കും അല്ലേ? എന്തൊരു സുഖം. കുറേ പേരെ ഊമ്പിക്കാൻ ഒരു സാധനം കണ്ടുപിടിച്ചപ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. അതേ നിനക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വേറൊരു മയിലും നിനക്ക് കിട്ടത്തില്ല. നീ അതുപോലത്തെ ഒരു പൂളയാണ്. വെറും പാഴ് ജന്മം.